കൃഷാന്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള സുങ്ഷുവിൻ്റെ സംഘർഷഘടന എന്ന് പറഞ്ഞിട്ടൊരു പടം. ഇത് ആക്ച്വലി IFKയിൽ കളിച്ച് കുറച്ചധികം അപ്രിസിയേഷൻ കിട്ടിയൊരു പടമാണ്. നമ്മുടെ വിഷ്ണു അഗസ്ത്യാണ് മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പിന്നെ കൃഷാന്തിൻ്റെ മിക്ക പടത്തിലുള്ള ആൾക്കാരെല്ലാവരും പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. ആർട്ട് ഓഫ് വാർഫെയർ അങ്ങനെ അതെ, ആർട്ട് ഓഫ് വാർഫെയർ. അത് ആക്ച്വലി ആർട്ട് ഓഫ് വാർ എന്ന് പറഞ്ഞിട്ട് ഷുങ്സു എന്ന് പറഞ്ഞൊരു എനിക്ക് തോന്നുന്നു ജാപ്പനീസ് ആണോ ചൈനീസ് ആണെന്ന് തോന്നുന്നു. പുള്ളിയുടെ ഒരു ബുക്കുണ്ട്, അതിനെ ബേസ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ എന്തോ ആ ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പടം. ആ ബുക്കിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് എന്താണ് ഈ സിനിമ ചെയ്തിരിക്കുന്നതിനെ പറ്റി ഞാനിവരുടെ IFKയിൽ ഈ പടം കണ്ട കുറച്ച് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നല്ല IFKയിൽ ഭയങ്കരമായിട്ട് അപ്രിസിയേഷൻ കിട്ടിയത് ഇത് ഭയങ്കര കോമഡി ഫിലിമാണെന്നുള്ള ലൈനിലാണ്. ഇതിൻ്റെ ഹ്യൂമർ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള ലൈനിലാണ് അവർ ഈ പടം കണ്ട ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് അതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. കൃഷാന്തിൻ്റെ പടങ്ങളെല്ലാം അത്യാവശ്യം കുറച്ച് വെറൈറ്റി പടങ്ങളാണ്. അതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. പുരുഷപ്രേതം സംഭവം അത് വരാനുള്ള സാധനം. നിങ്ങളെ ബേസ് ചെയ്തിട്ടാണ് കിരീട സിനിമ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കേട്ടു. ശരി തന്നെയാ? In the ancient land where the dragon sleeps on a throne of jade in a palace grand, a king rules the realm with an iron hand. അത് സ്മോക്കിംഗ് ഇല്ല, ഡ്രിങ്കിങ് ഇല്ല, അത് ഇന്ത്യയുടെ മനസ്സിൽ സ്ട്രോങ് ആണ്, ബെസ്റ്റ് ആണ്, ഒരു കുഴപ്പമില്ല. സുനിയുടെ പാമ്പാണ് സാർ. Beneath the glimmer of the imperial light, a humble peasant rises to the fight. പുള്ളി നമ്മൾ പടത്തിൽ കണ്ടല്ലോ, ഓഫീസുണ്ട്. ഇത് മറ്റേ കിൽബിലിൻ്റെ മറ്റേ പുള്ളിയാണോ ഇതിൻ്റെ ക്യാമറ ചെയ്തേക്കുന്നത്? അറിയില്ല. പഴയ പടങ്ങളുടെയൊക്കെ ട്രെയിലറിൻ്റെ ബാക്കി വരുന്നത് വോയിസ് ഓവറല്ലേ? ബുക്കിലുള്ള വരികളാണ്. ബുക്ക് വായിച്ചിട്ടില്ല. വാരിയറിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതായത് ആർട്ട് ഓഫ് വാറിൻ്റെ ഈ സാധനം രസമുണ്ട്. സുങ്ഷുവിൻ്റെ സംഘർഷഘടന. ക്യാമറ സിനിമയുടെ പ്രയാഗ് മുകുന്ദൻ. എ പാപ്പനിക് അപ്രോച്ച്. പ്രമോദ് പാപ്പനിക് അപ്രോച്ച്. പുള്ളിയുടെ പടങ്ങൾ കണ്ടല്ലോ ഈ പറഞ്ഞ പോലെ ബാങ്കോക്ക് എബ്രഹാം അത് കഴിച്ചിട്ട് എബ്രഹാം ലിങ്കൺ. അതേപോലെ പ്രമോദ് പാപ്പനിക് അപ്രോച്ച് പോലെ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ്. പക്ഷെ തമാശ പറഞ്ഞ കേട്ടോ, അതാ അല്ല ഇത് വേറെ സാധനം. അത് കൃഷാന്തിൻ്റെ സിനിമയുടെ എപ്പോഴും ഒരു പുള്ളിയുടെ വേറൊരു റൂട്ടിൽ പോകുന്ന ഒരാളാണ്. ട്രെയിലർ ആണെങ്കിലും പടം രണ്ട് ഡിഫറെൻ്റ് ആയിട്ട്. ഇതിപ്പോൾ ട്രെയിലർ ഇവർ പറഞ്ഞത് ആക്ച്വലി ഭയങ്കര ഹ്യൂമർ പടമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രെയിലർ കാണുമ്പോൾ അതിനകത്ത് അങ്ങനെ കാരണം ഇത് കണ്ട ആൾക്കാരെല്ലാം പറയുന്നത് ഇതിൽ ഹ്യൂമർ, അതായത് ഭയങ്കര രസമാണ്, ഇത് ഡാർക്ക് ഹ്യൂമറാണ്, അത് ഭയങ്കര നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ എന്തൊരു ഗ്യാങ്സ്റ്റർ കോമഡി പോലൊരു സാധനമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഏതായാലും വരണം. ഇത് ഇവിടെ ഇപ്പോൾ റിലീസോ കാര്യങ്ങളെ പറ്റി ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഒരു ട്രെയിലർ ഇറക്കി വിട്ടു, അത്രേ ഉള്ളൂ. പിന്നെ എന്താണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് പടം കണ്ടാലേ പറയാൻ പറ്റത്തുള്ളൂ. പ്രശ്നം ഡിസ്ട്രിബ്യൂഷനാണ്. അതെ, ആക്ച്വലി ഇതൊരു വൈഡ് റിലീസ് ഉണ്ടാവുമോ എന്നൊന്നും നമുക്കറിയില്ല. ബട്ട് ഇത് എങ്ങനെ വന്നാലും കാണും. പുള്ളിയുടെ എല്ലാ സിനിമയും ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതും വന്നാൽ ഡെഫിനറ്റ്ലി കാണും. തിയേറ്ററിൽ വന്നാൽ നല്ല രസമായിരിക്കും. IFKയിൽ ഇപ്രാവശ്യം പോകണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. എല്ലാ വർഷവും കറക്റ്റായിട്ടും IFKയുടെ ടൈം ആകുമ്പോൾ റോഹൻ എനിക്ക് മെസ്സേജ് അയക്കും, ചേട്ടാ സമയമായി ഇതെടുക്കണമെന്ന് പറഞ്ഞു. കറക്റ്റ് ടൈമിൽ നമ്മൾ എന്തെങ്കിലും കാരണത്താലും ബിസി ആയി പോകും. എല്ലാ വർഷവും നടക്കുന്ന ഞാൻ അതിൻ്റെ അടുത്തൊക്കെ വരെ പോകും. എന്നിട്ട് തിരിച്ചു വേണ്ട നമുക്ക് നാളത്തെ അല്ല വേറെ എന്തെങ്കിലും പരിപാടി വരുന്നടാ, ഇതിന് സെറ്റാക്കി ഇത്ര ദിവസം ഒന്നും പറഞ്ഞ് പോയാലും എന്തെങ്കിലും പണിയൊന്നും തിരിച്ചു തരേണ്ടി വരും. അപ്പോൾ ഇനി സിനിമ വരട്ടെ, അല്ലാതെ അതിനകത്ത് ഒന്നും പറയാനില്ല. ടീസറല്ലോ, ട്രെയിലറല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഇതൊന്നും കാണില്ല.
ഡയറക്റ്റ്ലി പടമായിരിക്കും വരുന്നത്. ചിലപ്പം ഡിസ്ട്രിബ്യൂഷൻ ടീം എടുക്കാതിരിക്കും. ചിലപ്പോൾ ഒന്നുകില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ OTT റിലീസ് ആയിരിക്കും പുള്ളി ഉദ്ദേശിക്കുന്നത്, പറയാൻ പറ്റത്തില്ല. കാര്യം പ്രൊഡക്ഷൻ അത് തന്നെ അവരുടെ തന്നെ പ്രൊഡക്ഷൻ ക്രിസ്ത്യൻ ഫിലിംസ് എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത്. പുള്ളിക്ക് ഇഷ്ടമുള്ള ചെയ്യാമല്ലോ, ഇഷ്ടംപോലെ. അതന്നെ അതുകൊണ്ടാണ് പുള്ളി ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ലൈനിൽ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഓഡിയൻസിന് ഇത് വർക്കാവണം, ഇത് കണ്ട് എല്ലാവരും ചിരിക്കണം എന്നുള്ള ഒരു ലൈനിലല്ല, അവർക്ക് വേണ്ടി ഇതൊന്നുകൂടെ ഒന്ന് സുതാര്യമാക്കാം എന്നുള്ളൊരു ഐഡിയ ഒന്നുമില്ല. ഇതിനൊരു നീഷ് ഓഡിയൻസ് ഉണ്ടാകുമെന്ന് പുള്ളിക്കറിയാം. ഇപ്പോൾ പുള്ളിയെ ഫോളോ ചെയ്യുന്നൊരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഇഷ്ടപ്പെടും. നോർമൽ ഓഡിയൻസിന് ചിലപ്പം ഓക്കെ പടമായിട്ട് തോന്നാം, അറിയില്ല. അതെല്ലാം വന്നാലേ നമുക്ക് പറയാൻ പറ്റൂ. IFK ഓഡിയൻസിന് ഇത് വർക്കായിരുന്നു. ബട്ട് അതിലും ഈ പറഞ്ഞ പോലെ മിക്സ്ചർ ഓഫ് ആൾക്കാരുണ്ടല്ലോ. അതും ഈ പോയി കാണുന്നവരും ഈ പറഞ്ഞ പോലെ ഇത്ര എല്ലാ ഈ വേൾഡ് ക്ലാസ് സിനിമകൾ കാണുന്നവരെന്നല്ല, ചിലർ IFKയിൽ പോയി ആദ്യമായിട്ട് പോകുന്നവരുണ്ടാവും, ചിലപ്പോൾ 2 വട്ടം പോയി കഴിഞ്ഞ് അതിലൂടെ സിനിമ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയി കാണുന്നതുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ പടം കുറച്ച് വർക്കാണ് എന്നുള്ളതാണ് ഇനിഷ്യൽ റിപ്പോർട്ട്. സോ ഇതിൻ്റെ റിലീസിനെ പറ്റിയൊന്നും അറിയാത്തതുകൊണ്ട് നമുക്ക് കൃഷാന്ത് സാർ നമുക്കൊരു അപ്ഡേറ്റ് തരണം അല്ലേ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ അപ്ഡേറ്റ് തരാം. പേര് എപ്പോഴും പുള്ളിയുടെ പടങ്ങളുടെ പേര് ഭയങ്കര വെറൈറ്റി ആയിരിക്കും. അതെ. അപ്പോൾ ആവാസവ്യൂഹം, അതുപോലെ പുരുഷപ്രേതം. ആക്ച്വലി ആവാസവ്യൂഹം എന്നല്ല, ആവാസവ്യൂഹത്തിന് അതിനുശേഷം ഒരു ഇംഗ്ലീഷ് ഒരു ടാഗ് ലൈൻ ഉണ്ടാകുന്നല്ലോ. അതിൻ്റെ കൂടെ പുരുഷപ്രേതം, മെയിൽ ഗോസ്റ്റ് എന്ന് പറഞ്ഞ്, പിന്നെ അതുപോലെ മറ്റേ ഒരു സീരീസ് ചെയ്യുന്നുണ്ട് സോണി ലിവിന് വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്, 4 സംഘം എന്ന് പറഞ്ഞു. അത് ഭയങ്കര വലിയ പേരാണ്. അതിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക, അതിൻ്റെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ എന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത്. അപ്പോൾ ഇത് അതിന് മുമ്പ് ചെയ്തതായിരിക്കണം ചിലപ്പോൾ. അപ്പോൾ വന്നില്ലേ? അപ്പോൾ ഏതായാലും നോക്കാം. അപ്പോൾ ഇനി പടം വരട്ടെ അല്ലേ?